എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണേ. ഓണപരീക്ഷയാണ്. ഇത് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഓണപരീക്ഷ ഇല്ലയോ, നമ്മൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് കാണിച്ചു തരും. ക്രിസ്മസ് പരീക്ഷ എന്ന് പറയുമ്പോൾ പിന്നെ കലോത്സവം ടൂറും ഒക്കെ കഴിഞ്ഞിട്ട് ക്രിസ്മസ് പരീക്ഷ കുളവാണ്, അത് ഉറപ്പാണ്. ഇത്രയും വർഷങ്ങൾ അനുഭവ പരിചയം വെച്ച് ഞാൻ പറയുകയാണ്, അത് നോക്കണ്ട നിങ്ങൾ. പിന്നെ മോഡൽ എക്സാമിന്റെ സമയത്ത് പ്രാക്ടിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മോഡൽ എക്സാമിന് മോഡൽ പ്രാക്ടിക്കലൊക്കെ നടക്കുമ്പോഴാണ് മോഡൽ തിയറി നടക്കുന്നത്. അന്നൊരു പ്രശ്നമാണ്. അന്നേരം ഈ രണ്ട് കാലാവസ്ഥയും പ്രശ്നമാണ്. പിന്നെ പബ്ലിക് എക്സാം ആണ് പിടിക്കാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ ഇന്റേണൽ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മാർക്ക് എടുക്കണമല്ലോ. ആ മാർക്ക് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണെന്ന് ഞാൻ പറയും ഓണം എക്സാം. കാരണം കുറച്ച് ചാപ്റ്ററുകളേ ഉള്ളൂ. ക്രിസ്മസ് ആകുമ്പോഴത്തേന് ഇതിന്റെ ഇരട്ടി കൂടുതൽ ചാപ്റ്റർ ഉണ്ട്. മോഡൽ എക്സാം ആകുമ്പോഴത്തേന് ഫുൾ ചാപ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് അനുഭവിക്കാം ഏതാണ് നല്ലത്, ഓണപരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ. അന്നേരം ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒരു ജയിക്കേണ്ടവർക്ക് ജയിക്കാം, ഡബിൾ പാസ് മാർക്ക് മേടിക്കേണ്ടവർക്ക് ഡബിൾ പാസ് മാർക്ക് മേടിക്കാം. മനസ്സിലായോ? 90% മേടിക്കേണ്ടവർക്ക് 90% മേടിക്കാം. ഞാൻ ഫുൾ മാർക്ക് മേടിക്കണമെന്നുള്ളവർക്ക് ഉള്ളതെന്ന് ഞാൻ പറയത്തില്ല. അതിനകത്ത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും നമ്മുടെ നേരത്തെയുള്ള ഈ പറഞ്ഞ പോലെ പ്രോബ്ലംസ് ഒക്കെ കണ്ട് അതുകൂടെ പഠിക്കണം. ഇത് പക്ഷേ ഈ കാറ്റഗറിയിലുള്ളവർക്കല്ല 90% മാർക്ക് മേടിക്കാം, 80% മേടിക്കാം, ഡബിൾ പാസ് മേടിക്കാം, ജയിക്കേണ്ടവർക്ക് ജയിക്കാം. അങ്ങനെയുള്ളവരെല്ലാം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അടിപൊളിയായിട്ട് പഠിക്കാം. ഫിസിക്സിന്റെ 35 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, എണ്ണം പറഞ്ഞ 35 ചോദ്യങ്ങൾ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഗോസസ് തിയറം 3 ആപ്ലിക്കേഷൻ. ഗോസസ് തിയറം ഏത് ചാപ്റ്ററിനകത്തോടെ? ആദ്യത്തെ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അതിനകത്ത് ഗോസസ് തിയറം പ്രൂഫ് ഉണ്ട് കേട്ടോ. പ്രൂഫ് പഠിക്കണം. പ്രൂഫ് ഓഫ് ഗോസസ് തിയറം 3 ആപ്ലിക്കേഷൻ ഉണ്ട്. 3 ആപ്ലിക്കേഷൻ ഡിറൈവ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് പഠിക്കണം. ഒരു നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് 100% ഗോസസ് തിയറം കേട്ടോ. അടുത്ത് രണ്ടാമത്തെ ചാപ്റ്റർ ഏതാ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അതിനകത്ത് എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ C = ε0 A/d. ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ C = ε0 K/A/d. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആക്കളെ. ഡെറിവേഷൻ പഠിക്കണം, പ്രോബ്ലംസ് പഠിച്ചോണം. പിന്നെ ആദ്യത്തെ ചാപ്റ്ററിനകത്ത് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ബേസിക് പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ഏതൊക്കെ പറയാം? ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്, അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്, കോണ്ടൈസേഷൻ ഓഫ് ചാർജ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്. അത് മാത്രമായിട്ട് ഒറ്റയ്ക്ക് ചോദിക്കാം. കോണ്ടൈസേഷൻ ഓഫ് ചാർജ്. നാലാമത്തെ കൺസർവേഷൻ ഓഫ് ചാർജ്. ബേസിക് പ്രോപ്പർട്ടീസ് ആയിട്ട് ചോദിക്കാം. പിന്നെ കോണ്ടൈസേഷൻ ഓഫ് ചാർജും അതിന്റെ പ്രോബ്ലം ചോദിക്കാം കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 4 കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. അത് നമ്മുടെ C = C1 + C2 + C3, 1/C = 1/C1 + 1/C2 + 1/C3. അതിന്റെ പ്രോബ്ലം ചോദിക്കാം, അതിന്റെ തിയറിയും ചോദിക്കാം കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വീൻസ്റ്റൺ ബ്രിഡ്ജ്, കറണ്ട് ഇലക്ട്രിസിറ്റി, 3ാമത്തെ ചാപ്റ്റർ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. കാരണം ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ചോദിക്കാതിരിക്കുന്നുള്ളതല്ല, പബ്ലിക് എക്സാമിന് മോസ്റ്റ് റിപ്പീറ്റഡ് ടോപ്പിക്കാണ് വീൻസ്റ്റൺ ബ്രിഡ്ജ്. കിർച്ചോഫ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. കിർച്ചോഫിന്റെ എത്ര ലോ ഉണ്ട് മക്കളെ? 2 ലോ ഉണ്ട്. ഒന്ന് ജംഗ്ഷൻ റൂൾ ഉണ്ട്, രണ്ടാമത്തത് ലൂപ്പ് റൂൾ അല്ലെങ്കിൽ മെഷ് റൂൾ. ആ മെഷ് റൂളിന്റെ ആപ്ലിക്കേഷൻ ആണ് യഥാർത്ഥത്തിൽ വീൻസ്റ്റൺ ബ്രിഡ്ജ്. അങ്ങനെ കിർച്ചോഫിന്റെ ലോസ് പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ ഏത് ലോ ഓഫ് കൺസർവേഷൻ ആണ്, സെക്കൻഡ് ലോ ഏത് ലോ ഓഫ് കൺസർവേഷൻ ആണ്, രണ്ടും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജും എനർജിയുമാണ്. ഇതുകൂടെ പഠിച്ചുകൊണ്ട് പോകണം. മനസ്സിലായി? കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ ബേസ് ചെയ്യുന്ന ഏത് കൺസർവേഷൻ ആണ്, ലോ ആണ്. സെക്കൻഡ് ലോ ബേസ് ചെയ്യുന്ന ഏത് കൺസർവേഷൻ ലോ ആണെന്ന് പഠിച്ചുകൊണ്ട് പോകണം. അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. അങ്ങനെ 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. 6ാമത്തേനോ തൊട്ട് നമുക്ക് കിടക്കാം. ബയോട്ട് സാവാർട്ട്സ് ലോ ഏത് ചാപ്റ്ററാണ്? മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. 4ാമത്തെ 4 ചാപ്റ്ററാണ് നമ്മുടെ പരീക്ഷയ്ക്കുള്ള ആദ്യത്തെ 4 ചാപ്റ്ററെ. ബയോട്ട് സാവാർട്ട്സ് ലോ എന്താന്ന് പഠിക്കണം. ബയോട്ടും സാവാർട്ടും ചേർന്ന് 2 സയന്റിസ്റ്റുകൾ ചേർന്ന് കണ്ടുപിടിച്ച മാത്തമാറ്റിക്കൽ റിലേഷൻ ആണ് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻ. ഓക്കെ, അതിന്റെ ആപ്ലിക്കേഷൻ ആണ് സർക്കുലർ ലൂപ്പ് ക്യാരിങ് കറണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സർക്കുലർ ലൂപ്പ് ക്യാരിങ് കറണ്ട്. നല്ല വൃത്തിയായിട്ട് പഠിച്ചോണം. എന്റെ ഫൈനൽ ഇക്വേഷൻ ഇതാണ്: B = μ0 I/a² × x² + a² ⁴ 3/2. മക്കളെ, ഇതിന്റെ കൂട്ടത്തിൽ ഇതിന്റെ സെന്റർ ഓഫ് ദി സർക്കുലർ ലൂപ്പ് സ്പെഷ്യൽ കേസ് ആണ്. x = 0. അത് നിങ്ങൾക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും: B = μ0 I/2a. ഇത് പ്രോബ്ലവും ചോദിക്കും, ഇത് തിയറിക്ക് 2 മാർക്കും ചോദിക്കും. അതെല്ലാം പഠിച്ചോണം. ആ സ്പെഷ്യൽ കേസ് ഉൾപ്പെടെ പഠിച്ചോണം. ഓക്കെ, അടുത്ത ആ ചാപ്റ്ററിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻ 3 മാർക്കിന് ചോദിക്കാനാണ്. ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിങ് കറന്റ് ആൻഡ് അതിന്റെ കൂട്ടത്തിലേ ചോദിക്കത്തുള്ളൂ. ഇവൻ ഡിഫൈൻ ആംബിയർ. കറണ്ടിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് ആംബിയർ, നമുക്കറിയാം. ഇത് രണ്ടും കൂടെ ചേർത്ത് ചോദിക്കത്തുള്ളൂ. അന്നേരം അതിന്റെ ഇക്വേഷൻ ഉണ്ട്: F = μ0/4π2 I1 I2/R. ഫൈനൽ ഇക്വേഷൻ ആണ്. അത് പഠിക്കണം. പാരലൽ കണ്ടക്ടേഴ്സ്, ഡിഫൈൻ ആംബിയർ. അടുത്ത കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻടു അമ്മീറ്റർ. 4ാമത്തെ ചാപ്റ്ററിനകത്തെ
സ്ഥിരം ചോദിക്കുന്നതാണ് കൺവേർഷൻ ഓഫ് ഗാലനോമീറ്ററിന്റെ അമ്മീറ്ററും കൺവേർഷൻ ഓഫ് ഗാലനോമീറ്ററിന്റെ വോൾട്ട്മീറ്ററും. ഇതിന്റെ പ്രോബ്ലംസ് വാല്യൂ പോലും വ്യത്യാസമില്ലാതെ ചോദിക്കും. എന്റെ വീഡിയോ മാക്സിമം ഞാൻ ചെയ്തിട്ടിടാം. മാക്സിമം നിങ്ങൾ ഇതായിക്കണം. കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ, കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്റർ മസ്റ്റ് ആണ്. അടുത്ത ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫീൽഡ്. അത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിനകത്താണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. അത് 9. 10 എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ആൻ. ഓണപരീക്ഷയ്ക്ക് ഇല്ലേ നമ്മൾ പറയുന്നത് വലിയ ട്വിസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആക്സിയൽ ലൈനും ഇക്വിറ്റോറിയൽ ലൈനും. ഡെറിവേഷൻ ആണ്, അത്യാവശ്യം നല്ല ഡെറിവേഷൻ ആണ്. ആക്സിയൽ ലൈനും ഇക്വിറ്റോറിയൽ ലൈനും. പിന്നെ കൊച്ചു ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചുകൊണ്ട് പോകത്തില്ല, ഇതൊക്കെ നമുക്ക് അറിയാമെന്ന് വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ പരീക്ഷ പേപ്പറിലോട്ട് അങ്ങോട്ട് എഴുതുമ്പോഴത്തേക്കും ഇതൊന്നും കാണത്തില്ല, മറന്നു പോകും. അന്നേരം അതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് P = 2LQ, P = QA എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. അത് വെച്ച് ചിന്ന പ്രോബ്ലംസും ചോദിക്കാം. മനസ്സിലായ? അതുണ്ട്. 12 ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അതാണ്ട് ഈ ടോ = P sin θ. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കാം. അതിന്റെ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡും പഠിക്കണം, ഫോഴ്സും ടോർക്കും കേട്ടോ. പ്രോബ്ലംസ് താണ്ട് ഇത് വെച്ചുകൊണ്ടുള്ള ടോ = P sin θ. ടോർക്ക് വെച്ചിട്ടുള്ള ആ ചാപ്റ്ററിൽ ഒറ്റ ഒരു പ്രോബ്ലമേ ഉള്ളൂ, അതുകൊണ്ട് അതിനകത്തൊരു കൺഫ്യൂഷൻ വേണ്ട. ടോ = P sin θ. 13 ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അതിന്റെ പടം വരച്ച് പഠിക്കണം. പ്രോപ്പർട്ടീസും ഡയഗ്രം വേണം. 14 ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. അത് രണ്ടാമത്തെ ചാപ്റ്ററിനകത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അതിന്റെ പ്രോപ്പർട്ടീസും പഠിക്കണം, ഡയഗ്രവും പഠിക്കണം. ഡ്രിഫ്റ്റ് വെലോസിറ്റി റിലാക്സേഷൻ ടൈം. മൂന്നാമത്തെ ചാപ്റ്ററിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള റിലേഷൻ, കറണ്ടും തമ്മിലുള്ള റിലേഷൻ, കറണ്ട് ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ഇങ്ങനെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മൊബിലിറ്റിയുടെ പഠിച്ചേക്കണം മക്കളെ. മൊബിലിറ്റി ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് നേരത്തെ പറഞ്ഞാൽ മൊബിലിറ്റി അതിൻ്റെ യൂണിറ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മൊബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഈ കറണ്ട് ഡെൻസിറ്റി, റിലാക്സേഷൻ ടൈം ഇതൊക്കെ എന്താണെന്നും മൊബിലിറ്റി എന്താണെന്നും അതിൻ്റെ യൂണിറ്റ് എന്തുവാണെന്നും പഠിച്ചോളാം. ഓക്കെ. 16 ഓംസ് ലോ ഒരു വലിയൊരു ടോപ്പിക്കാണ്, പക്ഷെ സിമ്പിളായിട്ട് പഠിക്കാം. എന്താണ് ഓംസ് ലോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറന്റ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ. V is proportional to I, V is equal to R into I, R is equal to V by I, where R is a constant known as resistance of a conductor. Unit of resistance is ohm. അവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങും. അതിന്റെ ഗ്രാഫ് VI ഗ്രാഫ് പഠിക്കണം. ഓമിക് കണ്ടക്ടേഴ്സ്, നോൺ ഓമിക് കണ്ടക്ടേഴ്സ്, കണ്ടക്ടിവിറ്റി, റെസിസ്റ്റിവിറ്റി, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ, ഇതെല്ലാം ഇതിനകത്തുണ്ട്. അതെല്ലാം പഠിച്ചാൽ അതിനകത്തുനിന്നൊരു കുറച്ച് ടോപ്പിക്കുകൾ ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ. അടുത്തത് ചാപ്റ്റർ 17ാമത്തെ ക്വസ്റ്റ്യൻ. ചാപ്റ്റർ 3 തന്നെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നതും വില്ലനും ഇവനാണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ്, ഫാക്ടേഴ്സ്, ഇന്റേണൽ റെസിസ്റ്റൻസും ടെർമിനൽ വോൾട്ടേജും തമ്മിലൊക്കെയുള്ള റിലേഷൻ, ഒരു പ്രൂഫും ഒക്കെ ഉണ്ട്. അത് നോക്കിക്കൊണ്ട് പോകണം നിർബന്ധമായിട്ട്. പിന്നെ 4ാമത്തെ ചാപ്റ്ററിനകത്തെ ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം വൃത്തിയായിട്ട് പഠിക്കണം. ക്ലോസ്ഡ് ഇന്റഗ്രൽ B dot dl is equal to μ0 I. 2 ആപ്ലിക്കേഷൻസ് നോക്കിക്കണം. സിമ്പിൾ ആപ്ലിക്കേഷൻ ആട്ടോ, ഒരുപാട് ലെങ്തി ഒന്നുമല്ല. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രൈറ്റ് കണ്ടക്ടർ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സോളിനോയിഡ്. ആ സോളിനോയിഡിന്റെ ഇക്വേഷൻ ഓർത്ത് എഴുതണം. B is equal to μ0 Ni കേട്ടോ. B is equal to μ0 Ni. പിന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എഴുതത്തില്ല. അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബേസിക് ഫോഴ്സ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ബേസിക് ഫോഴ്സ് ഏതാണ്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനുള്ള ഇക്വേഷൻ എന്തോ? F is equal to ഇവിടെ എഴുതിയിട്ടുണ്ട് BQV sin θ. F is equal to BQV sin θ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ലോറൻസ് ഫോഴ്സ്. അന്നേരം മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിലെ മാഗ്നറ്റിക് മാറിയാൽ ലോറൻസ് ഫോഴ്സ് കിട്ടും. അതല്ല, 2 2 ഇരട്ടമല്ല, 2 2 മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് വേറെ, ലോറൻസ് ഫോഴ്സ് വേറെ. ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് സം ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രിക് ഫോഴ്സിന്റെ മാഗ്നറ്റിക് ഫോഴ്സിന്റെ സം ആണ്. ഇക്വേഷൻ എഴുതണം. F is equal to QE plus Q into V cross B. എന്നിട്ട് നമ്മൾ Q അതിനകത്ത് നിന്ന് കോമൺ ആയിട്ട് എടുക്കുക. E plus V cross B എന്നൊക്കെ കിട്ടും. അത്രയും മാത്രം എഴുതിയാൽ അതിന് 2 മാർക്ക് കിട്ടും. ലോറൻസ് ഫോഴ്സ് അന്നേരം വേറെയാണ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അല്ല. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ബേസിക് ഫോഴ്സ് ഇൻ മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ. അടുത്ത 21 വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർ കഴിഞ്ഞിട്ടുള്ള 2 ടോപ്പിക്കാണ്. സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാലനോമീറ്റർ നോക്കണം. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി, കറണ്ട് സെൻസിറ്റിവിറ്റി, ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് നോക്കിക്കോണം. മൂവിംഗ് കോയിൽ ഗാലനോമീറ്റർ എന്നത് ഒരു എസ്സേ ആണ്. പടം വരയ്ക്കാൻ ചോദിക്കത്തില്ല, ലേബൽ വേണമെങ്കിൽ ആ പടം തന്നിട്ട് ലേബൽ ചെയ്യാൻ ചോദിക്കാം. അതിൻ്റെ വർക്കിംഗ് ആൻഡ് തിയറി ചോദിക്കാം.
അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പാറ്റസ് ചോദിക്കാം. അതിൻ്റെ അപ്പാറ്റസിൻ്റെ ഒക്കെ ഓരോന്നിനും ഓരോ ഫങ്ഷൻ ഉണ്ട്. ടോർഷൻ ഹെഡ്, മിറർ സ്ട്രിപ്പ്, കോയില്, സോഫ്റ്റ് ആൻഡ് സിലിണ്ടർ, അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പിന്നെ ടോർക്ക് ഓൺ കറണ്ട് ലൂപ്പ്, പിന്നെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, അത് ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ചോദിക്കാം കേട്ടോ. ജൂൾസ് ലോ ആണ്, അത് നമുക്ക് ഒരു ട്വിസ്റ്റ് ഉള്ളതാണ്. ജൂൾസ് ലോ പവർ റിലേഷൻസ്. ജൂൾസ് എന്ന് പറഞ്ഞാൽ മറ്റേ H=I²RT പോലുള്ളത് വെച്ചുള്ള ചിന്ന ചിന്ന പ്രോബ്ലംസ് ചോദിക്കാം. പവർ റിലേഷൻസ് V=P=VI എന്നൊക്കെ തുടങ്ങുന്ന ഇക്വേഷൻസ് ഒക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ് രണ്ടും. P=VI ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന ഇക്വേഷൻസ് ഉണ്ട്, അത് നോക്കണം. മൊബിലിറ്റി യൂണിറ്റ് മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ, നമ്മൾ ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂട്ടത്തിൽ മൊബിലിറ്റി യൂണിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഡൈലക്ട്രിക് പോളറൈസേഷൻ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്. പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ് എക്സാമ്പിൾസ്. അതുപോലെ തന്നെ ആര് ശ്രദ്ധിക്കാത്താണ് ഡൈലക്ട്രിക്സ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഡൈലക്ട്രിക്സ്. ഡൈലക്ട്രിക് പോളറൈസേഷൻ 2 മാർക്കാണ്. പോളാർ നോൺ പോളാർ മോളിക്യൂൾസ് എക്സാമ്പിൾ 2 മാർക്കാണ്. ഡൈലക്ട്രിക്സും പഠിച്ചുകൊണ്ട് പോകണം. 27 എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റി. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റി നിങ്ങൾക്ക് ഒരു ആശ്വാസമുണ്ട്, ഡെറിവേഷൻ വേണ്ട. ഡെറൈവ് ചെയ്ത് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കേണ്ട, അത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട, സിലബസിലുണ്ട് കേട്ടോ. U= ഇക്വേഷൻ ഇതാണ്, U= ½ CV². ഇത് വെച്ചുള്ള പ്രോബ്ലം ചോദിക്കാം, പബ്ലിക് എക്സാം ചോദിക്കും സാധാരണ. ഓണപ്പരീക്ഷയ്ക്ക് ചോദിക്കാതിരിക്കും, നിങ്ങൾ പഠിച്ചോണം. U=½ CV². അതാണ് ഏത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. എനർജി ഡെൻസിറ്റി ഇൻ എ കപ്പാസിറ്റർ ഡിറൈവ് ചെയ്ത് പഠിക്കണം. പിന്നെ കുളംസ് ലോ നമ്മുടെ ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിപ്പൽഷൻ ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജ്, പലർക്കും ഇത് മാത്രമേ അറിയത്തുള്ളൂ. ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ repulsion between 2 point charges is directly proportional to the product of their charges and inversely proportional to the square of the distance between them. F is proportional to Q1 Q2 by R square. F is equal to K into Q1 Q2 by R square. F is equal to 1/4 pi epsilon Q1 Q2 by R square. അങ്ങനെ തുടങ്ങുന്ന ഇക്വേഷൻ ആണ്, അത് വെക്ടർ ഫോം പഠിക്കണം. പിന്നെ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കൂളം. ചിലത് ചോദിച്ചാൽ നമ്മൾ പറയത്തില്ല. കപ്പാസിറ്റൻസിന്റെ ഫാരഡ്, പൊട്ടൻഷ്യലിന്റെ വോൾട്ട്, ഇലക്ട്രോൺ വോൾട്ടും പറയാം. ഇലക്ട്രിക് കറണ്ടിന്റെ ആംബിയർ, ഇതിന്റെ എല്ലാം ഡെഫിനിഷനും പഠിച്ചുകൊണ്ട് പോകണം. 31 ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഗോസസ് തിയറത്തിനകത്തെ രണ്ടാമത്തെ ആപ്ലിക്കേഷന്റെ വേറൊരു ആപ്ലിക്കേഷനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇറ്റ് ഈസ് സേഫസ്റ്റ് ടു ബി ഇൻസൈഡ് എ കാർ റാദർ ദാൻ ഔട്ട്സൈഡ് എ ട്രീ ഓർ ഇൻ ആൻ ഓപ്പൺ ഗ്രൗണ്ട് ഡ്യൂറിംഗ് തണ്ടർസ്റ്റോം ഓർ ലൈറ്റനിങ്. വൈ? നല്ല ഇടിയും മഴയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ തെങ്ങിന്റെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതൊന്നും പറ്റത്തില്ല, കാർ ഇരിക്കുന്നതാണ് സേഫ് എന്ന് പറയാനുള്ള കാരണം മണ്ടയ്ക്ക് ഒരു മെറ്റാലിക് ഷീൽഡിംഗ് ഉണ്ട്. അന്നേരം എത്ര കറണ്ട് വന്നാലും അതങ്ങ് പിടിച്ചെടുത്തോളും, താഴോട്ട് നമ്മൾ സേഫ് ആണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് കേട്ടോ. ദി വാനിഷിംഗ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഓക്കെ. പിന്നെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജിന്റെ ഡെറിവേഷൻ ചിലപ്പോൾ ചോദിക്കാം, അതുകൊണ്ടാണ് അത് ഇട്ടത്. ഇലക്ട്രിക് ഫ്ലക്സ് പഠിക്കുക. ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ദി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് പാസിംഗ് ത്രൂ ദി സർഫസ്. ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് കണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാം. ന്യൂട്ടൺ പെർ കുളം. ന്യൂട്ടൺ കുളം റേസ് ടു -1 ഏതിന്റെ യൂണിറ്റ് ആണ്? ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഇതെല്ലാം സെയിം ആണ്. അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ, വോൾട്ട് മീറ്റർ റേസ് ടു -1, വോൾട്ട് മീറ്റർ റേസ് ടു -1 ഏതിന്റെ യൂണിറ്റ് ആണ്? ഇലക്ട്രിക് ഫീൽഡ് ആകാം, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആകാം. ഓക്കെ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഇപ്പം കുളംസിലോ രണ്ട് ചാർജസിനിടയിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ചാർജസും അതിനിടയിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് മതി? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. പിന്നെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് അത് ഗോസ് തിയറത്തിനകത്ത് അപ്ലൈ ചെയ്യുന്നതാണ്. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ് സ്പേസിൽ ചാർജസ് എല്ലാം നടന്നിരിക്കുന്നതാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അത് 3 തരത്തിലുണ്ട്, അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ലീനിയർ ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇതിന്റെ ഇക്വേഷൻസ് എല്ലാം നോക്കിക്കൊണ്ട് പോകണം. അതിന്റെ യൂണിറ്റ് എല്ലാം വളരെ സിമ്പിൾ ആണ് താരം. ഇത്രയും പഠിച്ചാൽ നമുക്ക് അത്യാവശ്യമൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അതിനകത്ത് ഒരു ടെൻഷൻ വേണ്ട. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, എല്ലാം ചെയ്തു കൊടുക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള ഉറപ്പാണ്. ഇനി അങ്ങോട്ട് ഈ ചാനൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും, പ്രാക്ടിക്കൽസ് ആയാലും ബാക്കി എന്തായാലും. അന്നേരം മാക്സിമം ഫോളോ ചെയ്ത് റെഡിയാക്കി വെച്ചോളുക, സേവ് ചെയ്ത് വെച്ചേക്കുക. എല്ലാ കാര്യങ്ങളും പക്കയായിരിക്കും. ഓക്കെ. അന്നേരം ബാക്കിയുള്ള വീഡിയോസൊക്കെ പടപടാന്ന് വരും കേട്ടോ. അന്നേരം നല്ലൊരു പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ. എല്ലാ ദ ബെസ്റ്റ് വിഷസ്. നെവർ എവർ ഗിവ് അപ്പ്.